നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ എയർപോർട്ടുകളും നിയന്ത്രിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റ് ഏതാണ്ട് 1000-ഓളം ഒഴിവുകളിലേക്ക് വിവിധ ഡിഗ്രിക്കാരെയും പി ജിക്കാരെയും ഒക്കെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് 1,40,000 രൂപ വരെ പേ സ്കെയിലുള്ള മികച്ച ഒരു അവസരമാണ്. 1000-ഓളം ഒഴിവുകളുമുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ആമസോൺ, ലോകത്തിലെ ഏറ്റവും മികച്ച കസ്റ്റമർ സെൻട്രിക് കമ്പനി എന്നറിയപ്പെടുന്ന കമ്പനിയാണ് ആമസോൺ. ആമസോണ് ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ട് വെർച്വലായിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം, അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് റിക്രൂട്ട്മെന്റുകളുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആമസോണിലെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ആമസോണിന്റെ സൈറ്റിൽ വന്നാൽ ആമസോൺ ജോബ്സ്, ഇവിടെ വന്നാൽ ഇവർ പ്രത്യേകം ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആമസോൺ നെവർ ആസ്ക് ഫോർ ഫീസ് ഓർ ഡിപ്പോസിറ്റ് ഇൻ എനി ഫോം ഡ്യൂറിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഇതൊക്കെ സൗജന്യമായ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് പണമൊന്നും നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ലഭ്യമായിരിക്കുന്ന അവസരം ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെന്റേറ്റീവ് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ജോലി, ആരെയാണ് ഹയർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ജോലിയുടെ ഒരു സ്വഭാവം പരിശോധിക്കാം. L2 അസോസിയേറ്റ്സ്, അതാണ് ഈ ഒരു നിങ്ങളുടെ ഒരു പൊസിഷൻ. ഇവിടെ നിങ്ങൾ ഇറ്റ് ഈസ് എ പ്രൈമറി ഇന്റർഫേസ് ബിറ്റ്വീൻ ആമസോൺ ആൻഡ് അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ആമസോണിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന നമ്മളെ പോലെയുള്ളവര്, കസ്റ്റമേഴ്സ്. അതുകൂടാതെ അതിനകത്ത് വിൽക്കുന്ന സെല്ലേഴ്സ്. അപ്പം സെല്ലേഴ്സിന്റെ POC, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റുമായിട്ടും കസ്റ്റമേഴ്സും ഒക്കെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഡെലിവറി പാർട്ട്ണർ ഇഷ്യൂ, നമ്മുടെയൊക്കെ ഡെലിവറി ഒക്കെ ആയി ബന്ധപ്പെട്ട് പല ഇഷ്യൂകളൊക്കെ വരും. അങ്ങനത്തെ ഒക്കെ കൺസേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. അപ്പൊ കൃത്യമായിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഇവരിവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും ആമസോണിന്റെ സെല്ലേഴ്സും കസ്റ്റമേഴ്സിന്റെയും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഡെലിവറി ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. വർക്ക് ഫ്രം ഹോം ആണ്, റിമോട്ട് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം വെർച്വൽ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി ക്വാളിഫിക്കേഷൻ, ആരെയായിരിക്കും ഇവർ ഹയർ ചെയ്യുക? ഗ്രാജുവേഷൻ ഇൻ എനി സ്പെഷ്യലൈസേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ ആൻഡ് വെർബൽ ഇൻ ലാംഗ്വേജ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രത്യേകിച്ച് റിട്ടൺ ആയിട്ടും സംസാരിക്കാനും ഒക്കെയുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ്ലി ആൻഡ് ക്ലിയർലി വിത്ത് കസ്റ്റമേഴ്സ്, ഗുഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ്, പിന്നെ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ കഴിയണം. പിന്നെ ഫെമിലാരിറ്റി വിത്ത് വിൻഡോസ് XP ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതായത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എടുക്കാനും വേർഡ് ഒക്കെ ഉപയോഗിക്കാനും മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കും ഒക്കെ അറിയാവുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. നല്ല ടൈപ്പിംഗ് സ്കിൽസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കില്ല്, ടൈപ്പിംഗ് സ്കില്ലുള്ള ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ നോളജ് ഓഫ് ഇമെയിൽ ആപ്ലിക്കേഷൻ, ഇമെയിലൊക്കെ എടുക്കാനും ഒക്കെ അറിയണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ബേസിക്കലി കമ്പ്യൂട്ടർ സ്കില്ലുള്ള ഡിഗ്രിക്കാർക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൂടെ ഉണ്ട്. ലാംഗ്വേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല, അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുകൂടി ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സൽ നന്നായിട്ട് അറിയണം. അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിഫേർഡ് ആണ്, നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അപ്പം സാധാരണ ഒരു ഡിഗ്രി ഒക്കെ ഉള്ള കമ്പ്യൂട്ടർ നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. വെർച്വൽ ആയിരിക്കും, വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്നിട്ട് ഈ പേജിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് വേറെ പണമൊന്നും നൽകേണ്ടതില്ല. എലിജിബിൾ ആണെങ്കിൽ ഈ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആദ്യം ഒന്ന് ലോഗിൻ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത്, ഓൾറെഡി ആമസോണിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. ആമസോണിൽ വന്നിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലഭ്യമാക്കിയിരിക്കുന്ന ഏതാണ്ട് 975ഓളം അവസരങ്ങൾ, 1000-നടുത്ത് അവസരങ്ങൾ ഫ്രഷേഴ്സിനും ലഭ്യമായിരിക്കുന്ന
ഏതാണ്ട് 1,40,000 രൂപ വരെ പേ പാക്കേജ് ഉള്ള ഈ ഒരു അവസരം, അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. നോക്കുക, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇത് ഒരു മിനി രത്ന കമ്പനിയാണ്, കേന്ദ്ര ഗവൺമെന്റിനുള്ള. അവര് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്നത്. വേക്കൻസിയും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചറിൽ 11 ഒഴിവ്, എഞ്ചിനീയറിംഗ് സിവിലിൽ 199 ഒഴിവ്, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിൽ 208 ഒഴിവ്, ഇലക്ട്രോണിക്സിൽ 527 ഒഴിവ്. ഇലക്ട്രോണിക്സിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് IT-ൽ 31 ഒഴിവ്. MCA-ക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒഴിവുകളാണ് ഇതൊക്കെ. അപ്പം ഏതാണ്ട് 975 അടുത്ത് വേക്കൻസികളാണ് മൊത്തത്തിൽ ഈ ജൂനിയർ എക്സിക്യൂട്ടീവായിട്ട് ലഭ്യമായിരിക്കുന്നത്. ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താ, ഇവിടേക്ക് വന്നാൽ ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ വിഷയത്തിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് വരിക. അപ്പോൾ ആർക്കിടെക്ചറിലാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗിലാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, സിവിലായിരിക്കണം. അതായത് BE-BTech സിവില്. ഇവിടെയാണെങ്കിൽ BE-BTech ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, ഇവിടെയാണെങ്കിൽ BE-BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ IT-ലേക്കാണെങ്കിൽ നിങ്ങൾക്ക് BE-BTech അല്ലെ BSc എഞ്ചിനീയറിംഗ് കൂടാതെ MCA കഴിഞ്ഞവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, BE-BTech ഉണ്ട്, അതായത് വിഷയത്തിലുണ്ട് എന്നതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ ഗേറ്റ് ക്ലിയർ ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതും ഗേറ്റിന്റെ ഓരോ പേപ്പർ, ഇപ്പം ഫോർ എക്സാമ്പിൾ സിവിലിലാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പേപ്പർ കോഡ് CE ആയിരിക്കണം നിങ്ങൾ ഗേറ്റിന്റെ സ്കോർ ഉണ്ടായിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് 2023, 24, 25 വർഷങ്ങളിൽ ഗേറ്റ് സ്കോർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഗേറ്റിന്റെ ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി അറിയുക. ഇത് നോക്കുക, ഈ ഗേറ്റ് 2026 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് 28 മുതൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഈ ഗേറ്റ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് PG പഠനം മാത്രമല്ല, ഇതേപോലെയുള്ള ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖല കമ്പനികളിലെ ജോലികളിലേക്കൊക്കെ എത്തുവാൻ ഗേറ്റ് സഹായകരമാണ്. ഈവൻ വിദേശത്ത് പോലും സ്കോളർഷിപ്പോടെയൊക്കെ PG ഒക്കെ പഠിക്കുന്നതിന് ഗേറ്റിലൂടെ സഹായിക്കും. അതുകൊണ്ട് ഗേറ്റ് എഴുതാത്തവരൊക്കെയാണ് അതിനൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ എഴുതിയവർക്ക് പ്രത്യേകിച്ച് 2023, 24, 25 ഒക്കെ ഗേറ്റ് സ്കോർ ഉള്ളവർക്കായിരിക്കും ഈ വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പം അവർക്ക് എഞ്ചിനീയേഴ്സിന് മാത്രമല്ല ഗേറ്റ് എഴുതാവുന്നത്, സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും അങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെ ഗേറ്റ് എഴുതാം. ഇവിടെ MCA-ക്കാർക്കും അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് പാസ് പെർസെൻറ്റേജ് മതി. ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് അല്ലെങ്കിൽ PG ഡിഗ്രിക്കോ ഡിപ്ലോമയ്ക്കോ ഒക്കെ പാസ് പെർസെൻറ്റേജ് മതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നോ എക്സ്പീരിയൻസ് ഇസ് എസെൻഷ്യൽ. അപ്പോൾ എക്സ്പീരിയൻസും മാർക്കും ഒന്നും പ്രശ്നമില്ല. ഗേറ്റ് സ്കോർ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യും. ഗേറ്റ് സ്കോറിന്റെ ബേസിസിലാണ് സെലക്ഷനും. വേറെ ഇതിന് എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് കാണാം, 27 വയസ്സ്. അതായത് 27/9 സെപ്റ്റംബർ 27 വെച്ചിട്ട് 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നെ SC ST-ക്കാർക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഓർക്കുക, 28 അതായത് ഈ വീഡിയോ ചെയ്യുന്ന ദിവസമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. സെപ്റ്റംബർ 27 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ പേ പാക്കേജ് ഒക്കെ വളരെ ആകർഷകമാണ്. 40,000 മുതൽ 1,40,000 രൂപ വരെയാണ് പേ സ്കെയില്. നിങ്ങൾക്ക് ഈ ഇതൊക്കെ കൂടാതെ, ബേസിക് പേ കൂടാതെ DA, പെർക്സ് 35% ഓഫ് ബേസിക് പേ, HRA, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആനുകൂല്യങ്ങൾ കിട്ടും. ഇയർലി CTC, ഇയർലി ശമ്പളം ഏകദേശം 13 ലക്ഷം ആയിരിക്കും. അതായത് 1 ലക്ഷത്തിലധികമാണ് പ്രതിമാസം കയ്യിൽ കിട്ടുന്ന ശമ്പളം. CTC എന്ന് ഇവരെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഗേറ്റ് സ്കോറിന്റെ ബേസിസിലായിരിക്കും, മറ്റു പരീക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സ്കോറിന്റെ ബേസിസിൽ അവർ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും, അതിലൂടെയായിരിക്കും സെലക്ഷൻ നടക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറിൻ്റെ ഒക്കെ ഇമേജ് ഒക്കെ നൽകിയിട്ട് ഓൺലൈനായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 27. അപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് ഏതാണ്ട് 1000-ലധികം ഒഴിവുകളിലേക്ക് എഞ്ചിനീയേഴ്സിന്റെ MCA-ക്കാരുടെയും ഒക്കെ ഹയറിംഗ് ആണ്. ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 2 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കമ്പനികളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ ആമസോണിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമാണ്. എന്നാൽ
എയർപോർട്ട് അതോറിറ്റിയിലേക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം. അതിലും കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം മേളിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേ ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.